ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈക്കോൻ്റെ പെട്രോൾ ഫിൽറ്റർ എങ്ങനെ മാറ്റാം. അപ്പോൾ അതിന് റൈറ്റ് സൈഡിൽ ഡോറ് തുറക്കുക ആദ്യം. അപ്പോൾ ഈ സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ പെട്രോൾ ഫിൽറ്ററും പിന്നെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ സീറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു ലോക്ക് ഉണ്ടായിരിക്കും. ഈ ലോക്ക് ജസ്റ്റ് മുകളിലേക്ക് പൊക്കുക, എന്നിട്ട് അത് മാറ്റുക. അതുപോലെ തന്നെ അപ്പുറത്തും ഇതേപോലെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. അത് ഇതേപോലെ പൊക്കിയിട്ട് സീറ്റ് നേരെ ബാക്കിലേക്ക് മറിച്ചാൽ മതി. ഇങ്ങനെ പൊക്കി ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ റൂം കാണാം. അപ്പോൾ ഇതാണ് എഞ്ചിൻ റൂം. അപ്പോൾ പെട്രോൾ ഫിൽറ്റർ ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. ആ കാണുന്നതാണ് പെട്രോൾ ഫിൽറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്രോൾ ഫിൽറ്റർ. ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ഈ ബോൾട്ട് ഉണ്ട്, ആ ബോൾട്ട് ലൂസ് ചെയ്യണം. പിന്നെ 2 പൈപ്പ് ഉണ്ടായിരിക്കും. ആ പൈപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ഫിൽറ്റർ എടുക്കാം. ഫസ്റ്റ് നമുക്ക് ആ ബോൾട്ടൊന്ന് ലൂസാക്കണം, എന്നിട്ട് പൈപ്പ് അയക്കാം. അപ്പോൾ അതിൻ്റെ ബോൾട്ട് ലൂസാക്കി കഴിഞ്ഞാൽ നേരെ അടിയിലേക്ക് നമുക്ക് ഫിൽറ്റർ എടുക്കാം. ക്ലാമ്പ് ഫുള്ളായിട്ട് അഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബോൾട്ട് ലൂസാക്കി കഴിഞ്ഞാൽ അടിയിലേക്ക് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ബോൾട്ട് ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൂസാക്കിൻ്റെ ഇനി അടുത്തത് ഈ ഹോസിൻ്റെ ക്ലിപ്പ് അഴിക്കുക. എന്നിട്ട് പ്ലെയർ വെച്ചിട്ട് ആ ഹോസിലൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം. അത് മെറ്റലും റബ്ബറും ആയതുകൊണ്ട് നല്ല പിടുത്തുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ആക്കുന്നത്. നമ്മൾ ആ ഹോസ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പോകുന്നുണ്ട്. അപ്പോൾ ആ ഹോസ് പോകുന്നുണ്ട്. ഇനി ഫിൽറ്റർ നേരെ അടിയിലേക്ക് സ്ലൈഡ് ചെയ്താൽ മതി. അതുപോലെ നേരെ അടിയിലേക്ക് സ്ലൈഡ് ചെയ്യുക. അതിന് ശേഷം അടിയിലെ ഹോസ് നമുക്ക് അഴിക്കണം. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് അഴിച്ചു മാറ്റുക. എന്നിട്ടും ഇതേപോലെ പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പെട്രോൾ ഫിൽറ്റർ എപ്പോഴും 10,000 കിലോമീറ്റർ ആകുമ്പോൾ മാറുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ല കരടും അഴുക്കൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിനത്ര കാശൊന്നും വരുന്നില്ല. മാരുതിൻ്റെ MGബിന് ഒറിജിനൽ സാധനമാണ്. ഇതിന് റേറ്റ് തന്നെ 272 രൂപ. അപ്പോൾ എപ്പോഴും ഒരു 10,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് ഫിൽറ്റർ മാറുന്നത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നമുക്കിനി ഈ പുതിയ ഫിൽറ്റർ ഇതിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇത് ഓരോന്നിനും ഓരോ വില ഉണ്ടോ. അപ്പോൾ ഈക്കോന് 272ആണ്. പക്ഷേ ആൾട്ടോനൊക്കെ വരുന്നത് 320, 350 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ ക്ലാമ്പ് ഫിറ്റ് ചെയ്യില്ല. പുതിയ ക്ലാമ്പ് നമ്മൾ ഇത് മാറ്റി പഴയ ക്ലാമ്പിൽ തന്നെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ തിരിച്ച് പഴയ ഹോസ് ഇതിലേക്ക് തള്ളി കയറ്റുക. എന്നിട്ട് ക്ലിപ്പ് ഇടുക. എന്നിട്ട് ആ ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് ഫിൽറ്റർ വയ്ക്കുക. എന്നിട്ട് മുകളിലത്തെ ഹോസ് തിരിച്ച് ഫിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അടിയത്തെ ഹോസ് ഓക്കെ ഉണ്ട്. ഇനി ആ ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അതേപോലെ ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി മുകളിലത്തെ ഹോസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഈക്കോൻ്റെ പെട്രോൾ ഫിൽറ്റർ മാറാനുള്ള വിധം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.